ഖത്താബ് റളിയല്ലാഹു അൻഹുടെ ചെറിയ വയസ്സിക്കുമ്പോഴത്തേക്ക് തന്റെ ജീവന ശൈലി എങ്ങനെ ആയിട്ടിಂದು ചൊന്നിട്ടു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരണ ഖത്താബ് ചൊല്ലാലെ മോനായിട്ടിക്കര് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഇങ്ങനെ ജീവിക്കര് ഇങ്ങനെ വാസ മക്കത്തിലായിട്ടിക്കര് മാത്രല്ല ഈ ഖത്താബ് ചൊല്ലാല് ഭയങ്കര സ്ട്രോങ് ആയിട്ടിക്കര ആള് വലിയ ബുദ്ധിവന്തിക ഉള്ള ആളും കൂടിയായിട്ടിക്കര് മാത്രല്ല അർസ യാറത്തെ ആളും കൂടിയായിട്ടിക്കര് അപ്പൊ ബാപ്പായിട്ടുള്ള ഖത്താബ് ചൊല്ലേക്ക് വലിയ അർസത്താലായിട്ടിക്കര് മാത്രല്ല തന്റെ സമുദായത്തെ ഇടയിൽ വലിയ പേരുള്ള ആളും കൂടിയായിട്ടിക്കര് വലിയ ധൈര്യവന്തം കൂടിയായിട്ടിക്കരയാണ് മാത്രല്ല കുതിരയുടെ ഓട്ടത്തില് വലിയ ഉഷാറുള്ള ആൽമാനും കൂടിയായിട്ടിക്കര് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ ബാപ്പ ഖത്താബ് ചൊല്ലാല് അങ്ങനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കത്തെ ബാക്കിയുള്ള പാലക്കാർ മക്കളെ പോലെമേ ആ ചെറിയ വയസ്സിൽ ഇങ്ങനെ ബെഞ്ഞോട്ട് പെണ്ണങ്ങനായിട്ടിക്കര് മാത്രല്ല ഇങ്ങനെ അകായെങ്കില അക ഒരു ഗുഡ്ഡയുടെ മേലുള്ളവരകായിട്ടിക്കര് ഇപ്പ ആ ജാഗയ്ക്ക് ജബൽ ഉമർ റളിയല്ലാഹു അൻഹു ഗുഡ്ഡ ചെന്നിട്ട് അറിയപ്പെട്ട ജാഗയായിട്ടിക്കര് ആ ജാഗയിലായിട്ടിക്കര് ഇയല്ലേ അകയിന്നെ അങ്ങനെ അവിടെ എന്താ കൊച്ചുന്നുണ്ടെങ്കിൽ ഇയാളെ ചെറിയ വയസ്സിലെ ഇയാൾക്ക് ബാപ്പ ഒൻറ്റടെ മേയ്ക്കൊന്നു കൊടുത്തു ചെറിയ വയസ്സില് മോന്റെ ഒൻറ്റടിങ്ങനെ മേയ്ക്കൊന്നു കൊടുത്തു ഉമർ ഖത്താബ് ചൊല്ലു ആ നിന്റെ ചെറിയ വയസ്സ് ചൊന്നുണ്ടെങ്കിൽ ഹയാത്തുൽ ഫഖ്രി വശിദ്ദ ഭാര്യയോർ കഷ്ടത്തെ ജീവനായിട്ടിക്കര് ഉമർ ഖത്താബ് ചൊല്ലു ഭാര്യയോർ കഷ്ടത്തെ ജീവന അങ്ങനെ ഈ കഷ്ടത്തെ ജീവന ചൊന്നുണ്ടെങ്കിൽ ചെറിയ വയസ്സിലെ നിനക്ക് വലിയൊരു ജവാബ്ദാരിയായിട്ടിക്കര ഔദ്യോഗ തന്നിട്ടുള്ളേ ചെറിയ വയസ്സിലെ നിന്റെ എന്താക്കുവാറ് ചൊന്നുണ്ടെങ്കിൽ എല്ലാ നാളും നാന് ഞങ്ങളെ വണ്ടയും അതേപോലെ നിന്റെ ഖാലാത്ത് നിന്റെ കുഞ്ഞുമ്മമാരെ ആങ്കുള്ള വണ്ടിടയും ഇത് മെയ്പാട്ട സൊറായിട്ടിക്കര് അതേപോലെ ചിലപ്പോ നാന് ഔത്തുവേനായിട്ട് കോൽ കുത്തിയോണ്ട് വണ്ട് ഇതെല്ലാം നിന്റെ അണ്ടത്തൊരു ജീവനായിട്ടിക്കര് അങ്ങനെ ഭാര്യ ഒരു കഷ്ടത്തൊരു ജീവനത്തിൽ നാണ് വെല്ലുണ്ടായിട്ടിക്കര് ചൊല്ല് മാത്രല്ല ഉമർ ഖത്താബ് ചൊല്ലു ചിലപ്പോ നിന്റെ ബാപ്പ അർസത്തില് എന്താക്കിയെങ്കും ബാപ്പക്ക് സമാവണില്ല ചിലപ്പോ നിനക്ക് പറയുടെ വേണ ചിലപ്പോ നന്നിട്ടിക ഭയങ്കരമായിട്ട് മർസ കാട്ടര് ഇങ്ങനത്തെ ഒരു സന്ദർഭമായിട്ട് നിന്റെ ചെറിയ ആ ഒരു ജീവനാ ചൊല്ലത് അങ്ങനെ മാത്രല്ല ഇങ്ങനെ ഈ ജീവിക്കൽ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തില് ഇയാൾക്ക് ചുമ്മ കഷ്ടയാറായിട്ടാകുമ്പോത്തുക ഇയാളെന്താക്കിട്ട് തെല്ല് വ്യവസായ കണിക്കമേ വലിയായ കണിക്കമേ ഇയാള് ബിസിനസ് മേനായിട്ട് പോണത് തുടങ്ങിയിട്ട് അങ്ങനെ ബിസിനസ് മേനായിട്ട് മക്കത്തിലുള്ള അണ്ടത്തിലുള്ള വലിയ വലിയ സന്ത വലിയ വലിയ മാർക്കറ്റ് ആ മാർക്കറ്റിൽ പോയിട്ട് ഇയാള് ബിസിനസ് ആക്കണത് തുടങ്ങിയിട്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് കിട്ടത് മയ്യാവാത്ത കാരണത്തില് ഔത്രെ ചൊമ്മ കഷ്ടയാറായ കാരണത്തില് ഇങ്ങനെ ബിസിനസ് ആക്കണോ പോയിട്ട് അതിൽ വലിയ ഉഷാറായിട്ട് ഇയാള് അങ്ങനെ ഉഷാറായിട്ട ഇയാള് യങ്കിക്കുമ്പോത്തുക ഇയാള് ലാട്ടുപോട്ട ആൽമാരായിട്ട് എന്നും കൂടല് മാത്രല്ല നല്ല സ്ഫുടമായിട്ടും ഇയാൾ പലക്ക വരിയൂ നല്ല അറബിയായിട്ട് ഇരിക്കുന്നത് അറബ് ജനത്തമേ ചെന്നുണ്ടെങ്കിൽ വലിയ സാഹിത്യകാരന്മാരായിട്ടിരിക്കാറ് അറബുലുള്ളേ അങ്ങനെ ഇടയിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയൊരു സാഹിത്യകാരായിട്ട് വിലയുടെ മാത്രല്ല എവിടത്തോളം ചെന്നുണ്ടെങ്കിൽ അങ്ങളിടയിൽ മാത്തു ഗലട്ടായിട്ടുണ്ടെങ്കിൽ തർക്കമായിട്ടെങ്കിൽ ആ തർക്കത്തെ തീർക്കൊണ്ടു വേണ്ടിയിട്ട് മധ്യസ്ഥിക്കായിട്ട് പോണ്ട ആള് ഉമർ ഖത്താബ് ആയിട്ടിക്കര് എപ്പ ഇയാൾ മുസ്ലിം ആവുകയാണ് മുന്നലേ ഇങ്ങനെ ആയിട്ടിക്കര് ഒരു മധ്യസ്ഥിക്ക അതിന് തീർക്കൊണ്ടു പോണ്ട ആളായിട്ടിക്കര് ഇയാള് ചില ആൾമാരുള്ള മധ്യസ്ഥിക്കായിട്ട് വന്നിട്ട് പോയിട്ട് എന്തെല്ലാം പത്തോ കൊടുത്തു വേണ്ട ആള് ഒരാള് ഇപ്പുറത്തെ ഇടയ്ക്ക് ഒരാൾ ചെന്നു ഉസ്താദ് അവിടെ ജമാഅത്തില് ഒരാള് ഒരു ആണിങ്ങ തന്റെ പിഞ്ഞായിരെ 3 തൊലാക്കം ചെന്നത് സ്വറപുട്ട് വന്നിട്ട് എന്തമാ പെണ്ണിങ് എന്താ അർസത്തിൽ വേണ്ടിയിട്ടാകുമ്പോത്തുകു പിഞ്ഞായിരെ അർസത്തില് 3 തൊലാക്കം ചെന്നു ചെന്നിട്ടാകുമ്പോത്തുക പിഞ്ഞായി മാപ്പിള മുട്ടാക്കണോ കേട്ടയില്ല ലാസ്റ്റിക്ക് മാപ്പിളായോണു ജമാഅത്തുക്ക് പോയിട്ട് തെരിപ്പാട്ടി അഭിഷേകം ഇങ്ങനെ അങ്ങനെ ജമാഅത്ത് മീറ്റിംഗ് വിളിച്ചിട്ട് അവലും വിളിപ്പാട്ടിയാറ് കമ്മിറ്റി അംഗം കൂടിയാറ് കൂടിയിട്ട് അവലിൽ ചൊന്നാറ്
ಅದು ತೊಲಾಕಾಯ್ಟ್ಲೇಡಿ ಅಯ್ಯಲ್ಲಿ ಹಿಂಗೇನೆ ಅರ್ಸದ್ದು ಚೊಂದುಬೇಡಿ ತೊಲಾಕಾಯ್ಟ್ಲೆ ನಂಗೆ ಜಮಾತ್ ಕಮಿಟಿ ತೀರ್ಮಾನ ಹಾಕಿ നിങ്ങൾ ഒട്ടിಗೆ ജീവിക്കോറ് ഒട്ടിಗೆ മേക്കോറ് ചൊന്നിട്ടു ജമാഅത്ത് കമ്മിറ്റി തീരുമാനമാക്കി ഇട്ടിക്കരുത് ഞാൻ ഹറാമായ ഒരു വിഷയത്തെ ജമാഅത്ത് കമ്മിറ്റി തീരുമാനമാക്കി കൊടുക്കരുത് 3 തൊലാക്കയിൽ അർസത്തിൽ ചൊന്നിട്ടായിട്ട് ആ പെണ്ണ് ചൊന്നിട്ടുള്ളത് അത് തൊലാക്കാവോട് ചൊന്നിട്ടും പിന്നെ ജമാഅത്ത് കമ്മിറ്റി തീരുമാനമാക്കിടത്തിലെ ചൊന്നിട്ടെങ്കിൽ അത് തൊലാക്കായിട്ടില്ല ചൊന്നിട്ടായിട്ട് ഇസ്ലാമിക്ക് വിരുദ്ധമായിട്ടുള്ള തീരുമാനമായിട്ടിരിക്കരുത്. അപ്പൊ ഇങ്ങനത്തെ കുറെ തീരുമാനം കൊടുക്കാന്ന് പറഞ്ഞാൽ അള്ളാഹു കാസലാമത്താക്കട്ടെ. അങ്ങനെ ഉമർ ഖത്താബ് അങ്ങനല്ല. ഉമർ ഖത്താബ് മുസ്ലിമാവുടേക്ക് മുന്നലെ എന്ത് തർക്കമുണ്ടായെങ്കിലും അതൊക്കെ തീരുമാനം കൊടുക്കണം പോയേണ്ടിന്റെ ഉമർ ഖത്താബ് ആയിട്ടിരിക്കുന്നു. മാത്രല്ല ഉമർ ഖത്താബ് ഈ മുസ്ലിമായാൽ പിന്നെ വലിയ സ്ഥാനത്ത് ഉമർ ഖത്താബ് വലിയ സ്ഥാനത്ത് എത്തര്. അങ്ങനെ ഈ ഖലീഫയായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഖത്താബ് എന്താക്കുന്നുണ്ടാവും, തന്റെ കൂടുതൽ സ്വഹാബത്തിനെ ഒട്ടികമേ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കു ഈ ആട് മെയ്റ്റ് വണ്ട മെയ്ച്ചോണ്ടല്ല ആ ജാഗ എത്തുമ്പോഴത്തേക്കു ലജ്നാൻ മക്കത്തുള്ളൊരു ജാഗയായിട്ടിരിക്കുന്ന ലജ്നാൻ ചൊല്ലു ജാഗ അവിടെ എത്തിട്ടാകുമ്പോഴത്തേക്ക് ഉമർ ഖത്താബ് ചൊല്ലു ഇതാ ഈ ജാഗ ആയിട്ടിരിക്കുന്നതാണ് ആട് മെയ്ച്ചോണ്ടിരുന്ന ജാഗ അണ്ടത്തുറന്നെ അവസ്ഥ ചൊന്നിട്ടു ആ ഒരു ചെറിയ ബേസിൽ ഇങ്ങനെ നനപ്പാക്കി കൊടുക്കൂ ചൊന്നിട്ടായിട്ടിരിക്കും മഹാന്മാരായ സുഹാബത്ത്. അങ്ങ അബ്ദുറഹ്മാൻ ഹാത്തിബറിലാഹു ചൊല്ലു ഞാൻ ഇങ്ങനെ ഒക്കെ പോയിട്ടാകുമ്പോഴത്തേക്ക് തന്റെ ഉമർ ഖത്താബ് ആ ജാഗ എത്തിട്ടാകുമ്പോഴത്തേക്കു ഈ ജാഗയിലായിട്ടിരിക്കുന്ന മെയ്ച്ചോണ്ടിരുന്നേ ചൊന്നിട്ടു സ്വത്ത് ചൊന്നിട്ടായിട്ടിരിക്കൽ ചൊല്ല്. മാത്രല്ല ഒരു നാള് ഉമർ ഖത്താബിലാഹു എന്താക്കി തോന്നുന്ന ഈ ഖലീഫയായിട്ടിരിക്കുന്ന സന്ദർഭത്തില് മദീനത്തെ ആൾമാരെ ഒരുമിച്ച് ഒട്ടിയെ കൂട്ടിട്ട് അപ്പ സുഹാബത്ത് വിചാരിച്ചാർ ഇണ്ടെതിരെ പോയല് വേറെ വിളിച്ചോണ്ടില്ലേ എന്തെങ്കിലും വിളിച്ചോണ്ടില്ലേ ചോദിച്ചിട്ട് ഇങ്ങനെ വിചാരിക്കുമ്പോഴത്തുക ഉമർ ഖത്താബ് അണ്ടത്തെ സ്പീച്ചർ ടോപ്പിക് എന്തിനെ വന്നിട്ടുണ്ടാ അണ്ടത്തെ സ്പീച്ചർ ടോപ്പിക് എന്തിനെ ചെന്നിട്ടുണ്ടെങ്കിൽ നാണ് നന്റെ ചെറിയ ബേസിൽ നാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടായിട്ടിരിക്കുന്ന നാണ് മേൽ വന്നിട്ടുള്ളേ നന്റെ ഭയങ്കരമായ ദരിദ്രയുടായിട്ടിരിക്കുന്ന നാൻ മേൽ വന്നവണ് ചൊന്നിട്ടു ഈ എല്ലാ കഷ്ടത്തെ ആ ജീവനത്തെ ആൾമാരെ മുന്നിലെടുത്ത് ചൊന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടായാലും പിന്നെ ആയിട്ടിക്കര് കൂടുതലൊരു സ്വഹാബിക എടുത്ത് അല്ല ഉമർ ഖത്താബ് ഇത് ചൊല്ലണം പിന്നിട്ട് ഞങ്ങളെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിരമാണ്ട് നിങ്ങളെ കഷ്ടത്തെ ജീവനത്തെ അത് ചൊല്ലണം പിന്നിട്ട് ഞങ്ങളെ ഒട്ടി കൂട്ടിരമാ ചൊന്ന് കേടുത്ത് അപ്പ ഉമർ ഖത്താബ് ചൊന്നു അല്ല നാണ നിങ്ങളുടെ ചൊല്ലണക്കുള്ള കാരണം എന്തെങ്കിലും നന്റെ മനസ്സിಗೆ ഒരു വിയാരവന്ത് എന്തിനു ചൊന്നെങ്കിലും നാനിങ്ങനെ ഒർത്തന്നെ ചിന്തിക്കുമ്പോൾ തന്റെ മനസ്സിലിങ്ങനെ വിയാരവന്ത് ഓ നിങ്ങൾ അമീറുൽ മുഅ്മിൻ അല്ലേ അത്ര വലിയ സ്ഥാനം ഉണ്ടല്ലേ ഇത്ര വലിയ സ്ഥാനം ഉണ്ടല്ലേ ചൊന്നിട്ടു തന്റെ മനസ്സിಗೆ ഒരു വിയാരവന്ത് ആ അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കുന്ന വേണ്ടിയിട്ടായിട്ടിക്കരുത് ഞാൻ ഒട്ടിയെ കൂട്ടിയിട്ട് അങ്ങനെ ചൊന്നിട്ടായിട്ടിക്കരുത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചൊന്നിട്ടും ബാക്കിയുള്ള സ്വഹാബികൾ ചൊല്ലാറ്. മാത്രമല്ല ഏതോ ആവട്ടെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ വലിയൊരു കഷ്ടത്തിലായിട്ടിക്കര് മേൽ വന്നരെ. അങ്ങനെ ഈ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഈ ജാഹിലിയായ കാലത്തിലെ കല്ലുകുട്ടിൽ വലിയ ഉഷാറ് ചൊന്നിട്ടായിട്ടിക്കരുത്. മാത്രല്ല ഉമർ ഖത്താബെ ചൊല്ലു നാന് വൈന്നി കുന്തു ലഅസ്രിബുൻ നാസ ലഹാ ഫിൽ ജാഹിലിയ ജാഹിലിയായ കാലത്തില് തന്റെ ചങ്ങായിമാരെ വിളിച്ചിട്ട് നാൻ കല്ല് കുടിപ്പാട്ടിട്ടിരുന്നേ ചൊന്നിട്ട് പോലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിലെ ചെറിയ വയസ്സിലെ എടുത്തു ചൊല്ലു ആയെങ്കില പടച്ചുറപ്പ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈമാന് ചൊല്ലി ആ ബെൽച്ചെടുത്തിട്ട് കൊടുത്തിട്ടായാൽ പിന്നെ ഉമർ ഖത്താബ് എപ്പോഴും വന്നിട്ട് ആ ഈ കല്ലട വിഷയം പറ്റുക ഉമർ ഖത്താബ് അതിരത്ര വലിയ അർസാ ചൊല്ലത് വേറെ ഇല്ലാത്ത ചൊന്നിട്ടായിട്ടിക്കരും അത്രയും അർസായിട്ടിക്കര്. നിങ്ങൾ നോക്കൂ എവിടത്തോളം ചൊന്നിട്ടുണ്ടെങ്കിൽ അറബിയുടെ ആൾമാർ അണ്ടത്തെ നാളില് കല്ല് ചൊല്ലി ആ ഒരു വിഷയത്തെ ഗുണണകു ഭാര്യ പിറവടിച്ചോണ്ടിരുന്നാറ് ഈ ഭാര്യ പിറവടിച്ചോണ്ടിരുന്നാറ് കല്ല് അത്ര എഡിറ്റ് ആയിട്ടുള്ള ചൊല്ലുന്ന വിഷയത്തേക്ക് വേറെന്തും നോക്കുന്നുണ്ടില്ല. ഖുർആനിൽ അള്ളാഹു താല ഈ കല്ലിടെ നിഷേധാക്കുമ്പോഴത്തേക്കും ഒരേ ആയത്തിൽ അള്ളാഹു നിഷേധാക്കിരല്ല. കല്ലിടെ അള്ളാഹു നിഷേധാക്കുമ്പോഴത്തേക്ക് അള്ളാഹു താല ഒറ്റടിക്ക് നിങ്ങൾ കല്ലുപിടിക്കോ തീരാ ചൊന്നിട്ട് അള്ളാഹു ചൊന്നല്ല. കാരണം എന്തേ അറബിയുടെ ജനാംഗ അത്രയും കല്ലിടെ മേൽ എഡിറ്റ് ആയിട്ടിരുന്നുണ്ടെങ്കിൽ പോലും അള്ളാഹു എന്താക്കി കൊന്നിട്ട് ഇങ്ങനെ ഒർക്കലെ ഇങ്ങനെ സാധ്യമില്ല ചൊല്ലി നിലക്ക് 3-4 ഇതിരെ ആയത്തി ഓരോരോ ഘട്ടമായിട്ട് ഓരോ സ്റ്റെപ്പ് ആയിട്ടായിട്ടിക്കര് കല്ലടി നിഷേധാക്കി ചൊന്നിട്ടായിട്ടിക്കര്. മാത്രല്ല ഓരോ ആയത്തി ഇങ്ങനെ പറയുമ്പോഴത്തേക്കു അപ്പൊ ഉമർ ഖത്താബ് ചൊല്ലു പടച്ചുറമ്പേ ഇതിലെ വിഷയത്തിൽ അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംറി ബയാനൻ ശാഫിയ പടച്ചുറമ്പേ കല്ലുടെ വിഷയത്തിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു തീരുമാനം നീ ചൊല്ലണം, കറക്റ്റ് ആയിട്ടൊരു തീരുമാനം നീ കൊണ്ടുവരണോ ചൊന്നിട്ടു ഇങ്ങനെ ഉമർ ഖത്താബ് അപ്പപ്പ ചൊന്നിട്ടായിട്ടിക്കര് ചരിത്ര പഠിപ്പാട്ട്. അപ്പൊ ജാഹിലിയായ കാലത്തിൽ അയാൾ കല്ല് കുടിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അയാൾക്ക് ഇസ്ലാമു ചൊല്ലെ ആ ഒരു പ്രകാശിക്കൽ പിന്നെ അള്ളാഹു അയലെ മനസ്സിനെ അതിൽ തൊട്ട് ദൂരാക്കിയാ ചൊന്നിട്ടായിട്ടിക്കര് ചരിത്ര പഠിപ്പാട്ട്. മാത്രല്ല എവിടത്തോളം ചൊന്നിട്ടുണ്ടെങ്കിലും ഇസ്ലാം അവിടേക്ക് മുന്നോലയില് എത്രമാത്രം ഇയാള് ആൾമാരട്ടി അർശ വെച്ചോണ്ടിരുന്നു ചൊന്നിട്ടുണ്ടെങ്കിലും
ഈ മുസ്ലിമാവുടെ ആൾമാരെ മുസ്ലിമായ ആൾമാരിട്ടിയ ഭയങ്കരമായ പകയായിട്ടിക്ക് ഭയങ്കര പകയാ ചെന്നുണ്ടായെങ്കിൽ ഭയങ്കരമായ പക ഈൽക്ക് ഈ ലൗത്തിലൊരു സ്വർത്ത പെണ്ണിങ് എന്ത് സ്വർത്ത പെണ്ണിങ് ആ പെണ്ണിങ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗുന്താമാണ്ട് മെല്ലെ മുസ്ലിം ആയിട്ടാകുമ്പോത്തുക ഈ മുസ്ലിമായ വിഷയം എന്താക്കി തോന്നുന്നുണ്ടാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് ഗുന്തായിട്ടാകുമ്പോത്തുക സുബ്ഹാനല്ലാഹ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബൈക്ക് അടിക്കോ സ്റ്റാർട്ടാക്കി അടി അണ്ട് മോദി തോല ഇമ കടിച്ചിട്ട് ചെന്നിട്ടായിരിക്കും സുബൈക്ക് അടിക്കോ സ്റ്റാർട്ടാക്കി അടി മോദി തോലും ഇമ കടിച്ചിട്ട് ചെന്നിട്ടായിരിക്കും എന്തിന്റെ വിഷയം എന്തിന് മുഹമ്മദിന്റെ ബാക്കിൽ നീ കൂടെ തീരാണ്ട് മുഹമ്മദിന്റെ ബാക്കിൽ നീ കൂടെ തീരാ ചെന്നിട്ടായിരിക്കും അങ്ങനെ ലാസ്റ്റ് ആ റൂട്ടിലായിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് പറമ്പത്തുക ഉമർ ഖത്താബ് ഇങ്ങനെ അയിമക്ക് ഇങ്ങനെ അടിച്ചോണ്ടുണ്ട് ഭയങ്കരമായിട്ടും അടിച്ചോണ്ടുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു എത്ര പൈസ അയിമക്ക് വേണോ നിങ്ങളെ ദാസിയല്ലേ എത്ര പൈസ വേണം നാ തന്റെ അയിമ അങ്ങനെ വിട്ടുമുടൽ ചെന്നിട്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിട്ടിക്കര് ആ പെണ്ണിങ്ങിലെ ഫ്രീഡം ആക്കിയിട്ട് കൊടുത്തു വിട്ടേ ചെന്നിട്ടായിട്ടിക്കര് ചരിത്ര ചൊല്ലി മാത്രല്ല നിബിതങ്ങളെ ബാക്കിൽ ആരെങ്കിലും കൂട്ടിയാ ചൊല്ലി ഒരു വിഷയം കിട്ടിയ സ്ഥലത്തേക്ക് അപ്പ കൊണ്ട് ബാക്കിൽ വന്നിട്ട് ദംക്കിടുക ചെന്നിട്ടായിട്ടിക്കര് അപ്പൊ വന്ന് ദംക്കിടുക ചെന്നിട്ടായിട്ടിക്കര് കാരണം എന്തേ മക്കത്തെ ആൾമാര് അണ്ടേ ഉമർ ഖത്താബിനെ പേടിച്ചോണ്ടിരുന്നാറ് കാരണം അത്രയും അർസത്താലും ഒരാൾക്കും വിട്ടുകൊടുക്കാത്ത ആളും കൂടിയായിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന്റെ കാലത്തല്ലേ നബിതങ്ങം എപ്പോഴും ദ്വാരന്നുകൊണ്ടിരുന്ന ഒരു ദ്വായത്ത് അല്ലാഹുമ്മ ഹയ്യിദ് ഹാദദ്ദീന ബിഅഹദിൽ ഉംറൈൻ പടച്ചറബ്ബേ ഈ ദീന്റെ രണ്ട് ഉമറിൽ ഏതെങ്കിലും ഒരു ഉമറെ കൊണ്ട് നീ ശക്തിയാക്കണം ചെന്നിട്ട് നബിതങ്ങം ദ്വാരന്നുകൊണ്ടിട്ട് ഒന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നൊന്നു അബൂജഹലായിട്ട് ഈ ദീന്റെ ജണ്ടാലില് ഏതെങ്കിലും ഒരുത്തരെ കൊണ്ടിട്ട് നീ ശക്തിയാക്കണം ചെന്നിട്ടായിട്ട് കാരണം എന്ത് ചണ്ടാൽമാരും അങ്ങനത്തെ സ്ട്രോങ് ആയിട്ടിക്കര് അങ്ങനത്തെ വില പിന്നെ റൗഡിസമായിട്ടിക്കര് ജണ്ടാലയിലും ഇന്നത് ആയെങ്കിൽ ഉമർ ഖത്താബ് ആയിട്ടിക്കര് അല്ലാഹു തആല നല്ലൊരു പിന്നെ ചാൻസ് കൊടുത്തിട്ട് ഉമർ ഖത്താബ് പിന്നെ മുസ്ലിമാവുടെ സംഭവം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചൊല്ലാം അപ്പൊ ഒരു കാലത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ആയിട്ട് എന്തായിട്ടിക്കര് തന്റെ ചെറിയ ജീവനാ ചൊല്ലത് അങ്ങനത്തെ ഒരു അവസ്ഥ ഇസ്ലാമിലിട്ടിക ഉള്ളർ പകയാ ചൊന്നിട്ടെങ്കിൽ അത്രമാത്രം പകയായിട്ടിക്കര് ഉമർ ഖത്താബ് ഇന്നേ ചൊന്നിട്ടായിട്ടിക്കര് ചരിത്ര ചൊല്ല് പിന്നെ അല്ലാഹു തആല ഉമർ ഖത്താബിന്റെ മനസ്സിൽ നല്ല ഈമാണ്ട് വെച്ചിട്ട് കൊടുത്ത കാരണത്തില് പിന്നെ ഇസ്ലാമിലൊട്ടുകളിലെ അയൽക്ക് വന്നൊരു ആ ഒരു പിർസവും നബിതങ്ങളിട്ടിക വന്ന ഒരു പിർസവും സ്വഹാബത്തിലിട്ടിക വന്ന പിർസവും ദീനിട്ടിക വന്ന പിർസവും അതായിട്ടിക്കര ഞങ്ങൾ പഠിക്കൊണുള്ളത് അല്ലാഹു തആല മഹാന്മാര് ചരിത്ര ധാരാളം പഠിക്കൊണും അത് ജീവിതത്തിൽ ഞങ്ങൾക്ക് ചുമ്മ പാഠമാക്കൊണും അല്ലാഹു ഞങ്ങൾ തൗഫീഖ് നൽകണം റഹ്മാനെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു